ഹായ്, അപ്പോൾ ഇതാ നമ്മളിതാ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്തിടാൻ ഇച്ചിരി ലേറ്റായി. അപ്പോൾ കുഴപ്പമില്ല, ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായില്ലേ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് എന്നാ. അപ്പം എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇതിൻ്റെ ഷോർട്സ് ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ടായി. അപ്പോൾ ഹസ്ബൻഡിൻ്റെ പെങ്ങളെ വളകാപ്പിന് പോയി അവസാനം ഇതാ എൻ്റെ വളകാപ്പാട്ടെ ഇന്ന് ഇവിടെ നടക്കുന്നത്. അങ്ങനെ നമ്മളെ 3 പേരടക്കം നമ്മൾ ചെറിയൊരു ഫാമിലിയിലേക്ക് 4ാമതൊരാളും കൂടി വരിക കേട്ടോ. ഞാൻ ഫുൾ ഹാപ്പിയിലാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ അനിയത്തിൻ്റെ വളകാപ്പിന് പോകുമ്പോൾ തന്നെ ഞാൻ അത്തനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത്തെ എനിക്ക് ഇങ്ങനെ 2ാമതുണ്ടാകുമ്പോൾ എനിക്ക് ഇതേപോലെ വളകാപ്പ് നടത്തി തരണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളെ കേരളത്തിൽ ട്രെൻഡിങ് ആണ്, തമിഴ്നാട്ടിൽ പണ്ടേ നടക്കുന്ന ഒരു ചടങ്ങാണ് കേട്ടോ. അപ്പോൾ അത്ത എന്നോട് പറഞ്ഞ അടുത്തായാലും എന്തായാലും നമുക്ക് നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ദൈവം സഹായിച്ചിട്ട് വീടിൻ്റെ പണിയും എല്ലാം നല്ലപോലെ നടന്ന് അതിന് ശേഷമാണ് നമ്മൾ ഈ ചടങ്ങേ വെച്ചത്. പ്രഗ്നൻ്റ് ആയിട്ട് 5ാം മാസം ചടങ്ങ് അങ്ങനെയൊന്നും വെച്ചിട്ടുണ്ടായില്ല. വേറെ എന്താണെന്ന് വെച്ചാൽ 7ാം മാസം ചടങ്ങായിട്ട് അമ്മ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ചടങ്ങില്ലേ, അതൊന്നും നമ്മൾ കഴിച്ചിട്ടില്ല. ഇവിടെ നിന്ന് തന്നെ ഡെലിവറി, അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് തന്നെ വീട് പണി പൂർത്തിയാക്കിയത്. അപ്പോൾ ഈ ചടങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് മഞ്ഞളും കുങ്കുമവും നമ്മൾ നെറ്റിക്കും കവളത്തും പിന്നെ കയ്യിലും, തമിഴ്നാട്ടിൽ കാലിൻ്റെ പുറത്തും തേക്കുന്ന ചടങ്ങുണ്ട്. പക്ഷെ ഞാൻ കാലിന് ആക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായി. അങ്ങനെ മഞ്ഞളും കുങ്കുമവും തേച്ചതിന് ശേഷം പിന്നെ നമുക്ക് മധുരം തരും. മധുരം തന്നതിന് ശേഷം പിന്നെ വളകൾ ഓരോന്നല്ല 2 വെച്ചിട്ട് കയ്യിൽ ഇട്ട് തന്നിട്ടുണ്ടായി. ഈ പ്ലേറ്റിൽ എന്താണെന്ന് വെച്ചാൽ 7 തരം ചോറാണ് കേട്ടോ. 7ാം മാസമായതുകൊണ്ടാണ് കേട്ടോ 7 തരം ചോറ്. 5ാം മാസമാണെങ്കിൽ 5 ടൈപ്പ് ചോറും, 9ാം മാസമാണെങ്കിൽ 9 ടൈപ്പ് ചോറും ആക്കും കേട്ടോ. അവിടെ അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ ഓരോരുത്തരായിട്ട് എനിക്ക് മഞ്ഞളും കുങ്കുമെല്ലാം തൊട്ട് തന്ന് അതിൻ്റെ ഇടയിൽ ചിമ്മുവാണെങ്കിൽ ഏട്ടന് തൊട്ടെടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. തമിഴ്നാട്ടിൽ ഇങ്ങനെ 2 പേര് എടുത്തിട്ട് 2 പേർക്കും ഇതേപോലെ മഞ്ഞളും കുങ്കുമവും നെറ്റിക്കും കവിളിലും എനിക്ക് തൊട്ടെന്ന പോലെ തന്നെ ഏട്ടനും കൂടി തൊട്ട് കൊടുക്കും. അതുമാത്രമല്ല ഫസ്റ്റ് അവർ എന്താ പറയുക, കല്യാണത്തിനുള്ള പോലെ തന്നെ ഫസ്റ്റ് മാല ഇട്ടിട്ടാണ് ബാക്കി ചടങ്ങെല്ലാം ചെയ്യൽ. നമ്മളതെല്ലാം വേണ്ടാന്ന് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ടാണ് കേട്ടോ നടത്തിയത്.
മാത്രമല്ല നമ്മൾ ഈ വളയിടുന്നതിലൊരു കണക്കുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഒരു കയ്യിൽ ഒറ്റ സംഖ്യയും മറ്റേ കയ്യിൽ എത്ര സംഖ്യയായിരിക്കണം വളേൻ്റെ എണ്ണം. എൻ്റെ ഒരു കയ്യിൽ 17ഉം മറ്റേ കയ്യിൽ 18 എണ്ണമാണ് കേട്ടോ ഉണ്ടായത്. മാത്രമല്ല ഈ വള നമ്മൾ പിന്നീട് ഊരി വെക്കാനും പാടില്ല എന്നാണ് അവിടെ എല്ലാവരും പറയൽ. അതുകൊണ്ട് തന്നെ അത്ത എന്നോട് പറഞ്ഞിട്ടുണ്ടായി ഊരി വെക്കണ്ട, ഇത് എപ്പോഴും കയ്യിൽ തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായി. ഈ വളകൾ നമ്മളെ കയ്യിൽ നിന്ന് തനിയെ പൊട്ടിപ്പോകാം, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ അറിഞ്ഞുകൊണ്ട് ഊരി വെക്കാനോ പൊട്ടിക്കാനോ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ വയറ്റിൻ്റെ ഉള്ളിൽ നിന്ന് കുഞ്ഞാവ നമ്മളെ കയ്യിലുണ്ടാകുന്ന ഈ വള കിലുങ്ങുമ്പോൾ ആ സൗണ്ടെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നതാണ് അവരൊരു വിശ്വാസം. ഇന്നത്തെ നമ്മളെ വളകാപ്പിൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം നിങ്ങളെല്ലാവരും പ്രാർത്ഥനയും അനുഗ്രഹവും ഉണ്ടാവണം. അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.